ഏത് ശരാശരി മലയാളി യുവാവിനെ പോലെ ഞാനും മാട്രിമോണിലാണ് ഞാൻ പ്രൊഫൈൽ ഇട്ടത്. പക്ഷേ സ്നേഹമായിരുന്നു ആദ്യം ഇനീഷ്യേറ്റ് ചെയ്തത് ഇങ്ങോട്ട്. സ്നേഹമായിരുന്നു ആദ്യം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്. എനിക്കറിയില്ല, ആദ്യമത്തെ മെസ്സേജ് ഒന്ന് എനിക്കൊരു ചെറിയൊരു സ്പാർക്കോ അല്ലെങ്കിൽ ഫീൽ ആയിരുന്നത്. ഇത് ഏകദേശം നടക്കും, ഇവളെണ്ണയെ കൊണ്ടേ പോകുള്ളൂ എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അതുപോലെ ഒന്ന് സംഭവിക്കുകയും ചെയ്തു. ഇപ്പം വാട്ട് മെയ്ഡ് സ്നേഹ സ്റ്റാൻഡ് ഔട്ട് വാസ് ഐ ഫെൽറ്റ് സ്നേഹ വാസ് എ വെരി ജെനുവൻ പേഴ്സൺ. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ആൻഡ് ഐ കുഡ് ഫീൽ ദാറ്റ് ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് വർത്ത് ഹാവിങ്. ഇറ്റ്സ് വർത്ത് ഫൈറ്റിംഗ് ഫോർ, ഇറ്റ്സ് വർത്ത് ലിവിങ് ഫോർ, ഇറ്റ്സ് വർത്ത് ഡൈയിങ് ഫോർ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ മെസ്സേജ് അയച്ചപ്പോഴേക്കാണ് എനിക്കൊരു ഫീൽ വന്നു. ആദ്യം തന്നെ ഹായ് കോളിൻ ദിസ് ഇസ് സ്നേഹ എന്ന് പറഞ്ഞു. ഐ റിമെമ്പർ ദ എക്സാക്ട് ഫസ്റ്റ് മെസ്സേജ്. സോ അത് വന്നപ്പോഴേക്കൊന്നും എനിക്ക് തോന്നി, ഇത് ഐ ഡോണ്ട് നോ, സംതിങ് മൈ ഗട്ട് ഫീലിംഗ് ടോൾഡ് മീ ദിസ് ഇസ് ദ വൺ എന്നുള്ളൊരു എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. എന്നിട്ട് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു ഡേറ്റിംഗ് ഓൺ ഫാസ്റ്റ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഒരു ക്രാഷ് കോഴ്സ് ഡേറ്റിംഗ് പോലെയായിരുന്നു. എല്ലാം പെട്ടെന്ന് വിത്തിൻ 5-6 months everything panned out very well. There was no ups and downs. We are like perfectly matched for each other, like two pieces of a puzzle which fit together. So I felt this is something that is worth having. പിന്നെ ഓവർ ദ മന്ത്സ്, ഈവൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വി ആർ ഇൻ എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഒരാൾ പഞ്ചാബ്, ഞാൻ പഞ്ചാബിൽ, പുള്ളിക്കാരിയാണെങ്കിൽ വെല്ലൂർ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ആയിരുന്നു. സോ അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസിന് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ ദി എൻഡ് ഇറ്റ് വാസ് വർത്ത് ഹാവിങ്. പിന്നെ ഈവൻ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് അതങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഷീ മേഡ് ഷുവർ ഓഫ് ദാറ്റ് ഓൾസോ. ഷീ ഈസ് വെരി റിയഷ്യൂറിങ്, ഷീ ഈസ് വെരി പക്വതയൊക്കെ ഉണ്ടെന്ന് റിലേഷൻഷിപ്പിലെ കുട്ടൊക്കെ വന്നപ്പം. എന്താണ് റിലേഷൻഷിപ്പ്, അത് എന്നെയും പഠിപ്പിച്ചത് സ്നേഹം തന്നെയായിരുന്നു. എന്താ റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് ഇറ്റ് മീൻ ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്. സോ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ടു കോൾ ഹർ ആസ് മൈ വൈഫ്. ആയിട്ടില്ല, എന്നാലും ആവാൻ പോവാണ് കുറച്ച് മാസത്തിനുള്ളിൽ. സോ വെരി എക്സൈറ്റഡ്, ലുക്ക് വെരി ഫോർവേഡ് ടു. Suffered more than you, my friend, and so I'll find beaches no longer covered in sand. Fall through this ice cream. Catch me as I'm falling overhead and catch me as I'm falling overhead and as the wild calls, someone echoes the long lost within. Call your mother. Comfort no longer scares me in your shelter. Ice cream. ആകാശവും ഭൂമിയും പറയപ്പെട്ടിരിക്കുന്ന ബലവാനായ
ഞങ്ങളുടെ കർത്താവേ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായിരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ശിഷ്യം പ്രാർത്ഥനകളിരിക്കുകയും ചെയ്യണമേ. ദൈവമേ നിനക്ക് സൃഷ്ടാവേ നിനക്ക് സ്ത്രീ ഭാവികളായ നിന്റെ അടിയാരോട് കർണ ചെയ്യുന്ന രാജാവ് നിനക്ക് സ്ത്രീ ഭാവിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുകയും രാജ്യസ്മരണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പാഠങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോട് എന്നുള്ള രാജ്യവും ശക്തിയും അതുപോലെ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളുടെയും വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്റെ ദൈവത്തിന്റെ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ള കന്യകയും അതുപോലെയുമേ തമ്പുരാന്റെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ എന്താണ് അപേക്ഷിച്ചത്. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ,
മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കോളിനെയും സ്നേഹയും തെരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ തേടി വരുന്നു, നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവ്വസമ്പത്തിലും ഉപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ ഷാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെയാണ് കനികമാർക്കിടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെ യുവജനങ്ങളുടെ മധ്യയിൽ എൻ്റെ പ്രിയൻ. അതിൻ്റെ തണലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവേശത്താൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന കോളിനെയും സ്നേഹയെയും ദൈവത്തിന് സമർപ്പിച്ച് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. മാതൃകാപരവും സുഹൃതസമ്പന്നമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, കുടുംബത്തെയും കുടുംബജീവിതത്തെയും അവിടുന്ന് സ്ഥാപിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് ഓർക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നസ്രേസിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ ആക്കണമേ. പ്രാർത്ഥനയും അധ്വാനവും സത്യവും സ്നേഹവും ക്ഷമയും സന്മാർഗവും കുടുംബങ്ങളുടെ അലങ്കാരവും നേട്ടവുമായിരിക്കട്ടെ. കുടുംബങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും കാത്തു പരിപാലിച്ച് സകലർക്കും തമ്മിൽ ഹൃദയചേർച്ചയും ബോധോന്നിപ്പും ഐക്യവും നൽകണമേ. ആത്മീയവും ലൗകികവുമായ എല്ലാവിധ നന്മകളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിനെയും പോലെ സകല ദമ്പതിമാർ തമ്മിൽ സ്നേഹിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ക്ഷമിച്ചും സഹിച്ചും കുടുംബത്തിലെ സുഖദുഃഖങ്ങൾ ഒരുപോലെ അനുഭവിച്ച് ജീവിപ്പാന് ഇടയാക്കണമേ. ബാലികാബാലന്മാരെ അവരുടെ ആത്മീയ ശാരീരിക ശുദ്ധതയിൽ കാത്തുകൊള്ളണമേ. അവരുടെ മനസ്സിനെ നേർവഴിക്ക് നടത്തണമേ. പുണ്യത്തിലും പഠിത്തത്തിലും അവരെ വളർത്തണമേ. തക്ക കാലത്തിൽ അവർ തക്ക അന്തസ്സിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ മക്കൾ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞങ്ങൾക്ക് ഉപകാരവും സങ്കേതവും ഉള്ളവരായി തീരാൻ ഇടവരുത്തണമേ. ദൈവപ്രിയരും ലോകപ്രിയരുമായിരിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, വിധവകൾ, അനാഥർ, അവിവാഹിതർ, ദരിദ്രർ എന്നിവരെയും കാത്തു പരിപാലിക്കണമേ. കരുണ നിറഞ്ഞ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകളെയും ഞങ്ങളുടെ തൊഴിലുകളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സ്നേഹിക്കുന്ന ഓടികൾ അതുപോലെ സ്നേഹിക്കും മനസ്സമ്മതമെന്നുള്ള കർമ്മത്തിലേക്ക് പ്രവേശിക്കുക. വിവാഹത്തിന് ഏറ്റവും അടുത്ത ഒരുക്കൽ അതിൻ്റെ ദിവസങ്ങളാണ്, പിന്നീട് ദിവസങ്ങൾ. ജീവിതത്തിലേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം തീരുമാനമെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു തീരുമാനം ഒരുമിച്ച് ജീവിക്കാനായിട്ട് പമ്പരാജ നാമത്തിൽ തീരുമാനത്തെ പ്രഖ്യാപിച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടി അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഓളിന് വേണ്ടിയിട്ടും സ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഇതിൽ കർമ്മത്തിൽ ഏറ്റവും സന്തോഷപൂർവ്വം പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച മഹാത്മാവിനെതിരായി ഹൃദയത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണം. മാതൃകാപരമായ കുടുംബ ജീവിതത്തിൽ തങ്ങളെ തന്നെ ഒരുക്കുവാൻ വരെ അനുഗ്രഹിക്കണം. പിതാവ് പുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ, ആമേൻ. സമഗ്രമായ മാർഗത്തിൽ ശ്രമിക്കുന്നവരും കർത്താവിന്റെ ദൈവം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനപ്പെട്ട് നടക്കുവാൻ എനിക്കിടയാവാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അതിരുകൾ പ്രഘോഷിക്കും. സമൃദ്ധിയെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി വെക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ദൈവമേ, അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാൻ അവരെ അനുഗ്രഹിക്കണം. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനായ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശ്വരനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകും. ഞങ്ങളെപ്പോഴും അങ്ങേ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ പ്രകാശിപ്പിക്കണം. അതുവഴി ആ വിഷയങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിച്ചാലും. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്കലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകൾ മാറ്റാണ്ടൊക്കെ വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരത്തെ ഏൽപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ.
ഞങ്ങളിൽ സുവിശേഷം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തെ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സ്നേഹം സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭാവത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഔദാസിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് പരസ്യമായി പ്രഖ്യാപിക്കുക സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. രണ്ടുപേരെ സാക്ഷികളായിട്ട് മുന്നോട്ട് കടന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടെ സ്നേഹയെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടെ കോളിനെ നിരബദ്ധമായി സ്വീകരിക്കണമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാനെന്നവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവമായ ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധത്തോടെ ഇവരെ കൂതാശ സ്വീകരിക്കുന്നവരെടുക്കുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നത് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിനൊരുങ്ങുവാനും വിവാഹത്തിന് അഭ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശ് മരണം വരച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങളെ എടുക്കുന്നതിന് സന്നദ്ധകളെ തീരുവാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരിടത്തിലുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശപരമായ പ്രാർത്ഥനയോടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പ്രധാനമന്ത്രിയുടെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. മനുഷ്യരെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവം അങ്ങയുടെ അടുത്ത പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണം. അങ്ങയുടെ പ്രഭാവം സമർത്ഥമായി ഇവരിൽ ചുരുക്കണം. ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥന നിരതരായി വിവാഹത്തിൽ ഒരുങ്ങുവാൻ കരുണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹങ്ങളെ കൂടാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും
ഈ തിരുക്കടകളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Today is a day of love, joy, family, and friendship as we gather to witness the beginning of a new chapter in their lives. We are honored to have all of you here to celebrate this special occasion. Let's make this a memorable day for this lovely couple. നമുക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ കൈയടിച്ച് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വന്നോ? വന്നോ? ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രോ വരെ കുറിച്ച് പറയാം. ഓക്കെ, our beautiful bride to be Dr. Sneha Kurian is a dedicated doctor at CMC Vellore, known for her loving nature, hard work and humility. She began her academic journey at Assisi Vidyaniketan Public School, Chennai, and is currently advancing her expertise through her MD in dermatology at the same esteemed institution. Sneha's smart, outgoing and fiercely determined spirit lights up every room she enters. So, next at our handsome groom to be Dr. Colin Francis completed his schooling at Tonbridge Public School, Ernakulam, before pursuing his MBBS from KS Hegde Medical Academy, Mangalore. Currently, he is specializing in anesthesia at CMC Ludhiana. His warmth and sincerity make him not only an exceptional doctor, but also a wonderful son, friend, and now a devoted life partner. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളായിരിക്കും. സോ ഞാൻ ഇവരെല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും.
let me introduce the family of the bride to be. So, Chacha, Mirandi, Sneha's mother, Mary Kurian from Punakotil family of Kolamangalam. She is a retired professor and former head of the Department of Commerce at St. Mary's College, Manargad, a prestigious government-aided institution. Even after retirement, her passion for teaching remains unwavering and she now serves as the HOD and professor at Al-Amin College, Edathala. Sneha's father, Advocate K.M. Kurian, belongs to Kochigudil family from Kattapana. He is a distinguished advocate practicing at High Court of Ernakulam and is known for his humility, strong values and deep knowledge which make him a true icon among his peers. Now, Sneha's elder sister, Tina, fondly known as Akku, I call her Akku Chichi, comes to Pullikat Parambil House and he is an entrepreneur running his own game development company called Start Games in Kochi. Together, she and Sunit make a dynamic and inspiring duo, complementing each other's ambitions with nurturing strong family values. അടുത്തായി കോളിൻ ചേട്ടന്റെ ഫാമിലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തായി കോളിൻ ചേട്ടന്റെ ഫാമിലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് ഇവരെ നമുക്ക് വെൽക്കം ചെയ്യാം. Okay, now coming on to Colin's family. Colin's mother, Dr. Elizabeth Francis, belongs to the Kandankaril family, Changanashiri. She's a doctor by profession with specialization in geriatrics. She has worked with different hospitals in Ernakulam and has also worked in Middle East. Colin's father, Francis from Karakunnel family, Kalurkad, is an advocate by profession and a former general manager in a leading insurance company. He worked in various places in India and has also worked abroad, including insurance companies in the Middle East. And Bennett Francis is Colin's elder brother. He is a BTech graduate from NIT and completed his master's in data science from Monash University, Australia. He is currently working as a data scientist with Premier Bank in Australia. He is married to the lovely Mary Teresa. She is a BR graduate from NIT and currently pursuing masters in architecture in Australia. Now, Sneha and Colin, this is a blessed moment. You are united with all the blessings from your family, relatives, and all the friends. So, before we proceed with the celebrations, let's seek divine blessings. I now invite Father Varghese Mundakal from St. Peter's Chapel, Ernakulam, to lead us in the prayer. ദൈവിക സാന്നിധ്യം, ആ ദിവ്യപ്രകാശം പുതിയതായി രൂപം കൊള്ളുന്നതായി ബാലിസ്യങ്ങൾ നടക്കുന്നതായി മക്കളുടെ മുന്നിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായി ദീപം തെളിക്കും. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൻ കാണുന്നു വെളിവിയടിയാരഖിലാധാരമത വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീതാതൻ കതിരെ ശോഭിപ്പിക്കുന്നു. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ പള്ളി ഇടവാംഗവും കലൂർ പോണോത്ത് റോഡ് കൊച്ചുപടിയിൽ വീട്ടിൽ കുര്യന്റെയും മേരിയുടെയും മകൾ സ്നേഹ കുര്യനും, മാറ്റുപുഴ നിർമ്മല മാതാ പള്ളി ഇടവാംഗവും കാരക്കുന്നേൽ ഫ്രാൻസിസിന്റെയും എലിസബത്തിന്റെയും മകൻ കോളിൻ ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത്. ഈ മക്കളുടെ വിവാഹം ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുവാൻ തീരുമാനിച്ച് പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഈ മക്കളോട് ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിവാഹം സ്വർഗത്തിൽ നടക്കെങ്കിൽ ഈ മക്കൾ ജീവിക്കുന്ന ഭൂമിയിലാണ്. അപ്പോൾ എല്ലാവരും വിലയേറിയ പ്രാർത്ഥന, വിവാഹ ഉദാശയം, എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്ന് ദൈവസ്നേഹത്തിൽ ദൈവിക കൃപയിൽ ജീവിക്കാൻ
ഈ മക്കൾക്ക് എല്ലാവിധ ഭാഗ്യവും ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപവും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മോഹത്തിലേക്ക് നിലകൊള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എല്ലിയെയും മർത്തമറിയമേ, തമ്പുരാന്റിയമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴാണ് മരണ സമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുബ്ഹാന പ്രാവൽ റോഗകാദീസവാലിമയിലാത്തവരകമേ സൃഷ്ടാവായ സ്വർഗീയ പിതാവേ, ഏതൻ തോട്ടത്തിൽ പുരുഷനൊക്കെ തുണയായിരിക്കാൻ സ്ത്രീയെ നീ സൃഷ്ടിച്ചു. ഇസ്ഹാക്കിനൊക്കെ ഭാര്യയെ കണ്ടുപിടിക്കാൻ അബ്രാഹാമിന്റെ പുത്രനെ നീ വഴി നടത്തി. പുരുഷനും സ്ത്രീയും പിതാവിനെയും മാതാവിനുമായിട്ട് ഒരു ശരീരമായുള്ള ജീവിതമാണ് ഈ ജീവനെന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഭാര്യാപത്രബന്ധം ശിഖായും തിരുസമുള്ള ബന്ധം പോലെ സദൃഢവും അഭിവാജ്യവും പരിശുദ്ധവുമാണെന്ന് കത്ത് ശിഷ്യന്മാർ ഞങ്ങളെ ബോധിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവേ, ഈ നിശ്ചയത്തിൽ നിന്റെ നടത്തിപ്പ് എന്നുണ്ടാകണമേ. തീരുമാനിച്ച സമയത്ത് ഈ നിന്റെ മക്കളുടെ വിഭാഗം അനുഗ്രഹം നടത്തുവാനോട് കൃപയരുള്ളണമേ. ഞങ്ങൾ ഇപ്പോൾ ആരുടെ നടത്തിയിരിക്കുന്നു ആ നിന്റെ പ്രിയപുത്രനും പ്രിയപുത്രിക്കും പരസ്പര സ്നേഹത്തിൽ വിശ്വാസ ഐക്യത്തിൽ ആജീവാനന്ദം ഒരുമിച്ച് ജീവിക്കാൻ ദൈവമേ അവിടുന്ന് സംഗതിയാക്കണമേ. ആയത് ഞങ്ങളും ഈ മക്കൾ എന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും ശ്രദ്ധിച്ച് സ്തോത്രനാരാധിപ്പാൻ കൃപയരുളണമേ. പ്രസിദ്ധ വധുവിന് ഒരു മോതിരം ഇപ്പോൾ അണിയിക്കുന്നതാണ് വിവാഹ നിശ്ചയത്തിൻ്റെതായ ആ ചടങ്ങിൻ്റെ. നല്ലൊരു കൈയടിയാവാം. ദൈവം സകല പക്ഷിമൃഗാദികളെയും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഇവയെല്ലാം ആദമിന്റെ മുന്നിൽ കൂട്ടി വരുത്തിയിട്ട് ആദമന് ഇവയ്ക്കെല്ലാം പേരിടാൻ ദൈവം കൽപ്പിച്ചു. ആദം എല്ലാ പക്ഷിമൃഗാദികൾക്കും പേരിട്ടു. ദൈവം ആദമിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആദമിന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ല. അപ്പോൾ മനുഷ്യൻ പുരുഷൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് കരുതി അവന്റെ സന്തോഷത്തിന് ഹവ്വായെ ജീവിത പങ്കാളിയെ ദൈവം തക്കതായ തുണയെ കൊടുത്തു. ഈ മകനെ ഈ മകളിൽ ആയുഷ്കാലമായി സന്തോഷിക്കാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടുത്തതായി അവർ കേക്ക് മുറിച്ച് മധുരം നുകരുന്നതാണ്. I think I wanna marry you. When I know this little shop, I'm full of fun. We can go. Don't want no. Oh, come on, girl. Who cares if we're trash? Got a pocket full of cash. We can roll. Shots up, we slow. Girl, don't say no, 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 no. Just say yeah, 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 yeah. And we'll go, 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 go. If you're ready, like I'm ready, 'cause it's a beautiful night. We're looking for something new to do. Hey, baby, I think I wanna marry you. So the sharing of wine represents the unity and love that Sneha and Colin are committed to today.
As they drink from this cup, they are symbolically joining their lives together. Above Sneha and Colin, you folks can go forward and toast your glasses. എല്ലാവരും ഒന്ന് കൈയടിച്ച് ഫസ്റ്റ് ടോസ്റ്റ് ഒന്ന് ഉഷാറാക്കണം. ഇങ്ങനെ എന്താ വെച്ചല്ലേ സ്നേഹയുടെയും കോളിന്റെയും കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെതായ രണ്ട് കുടുംബം തമ്മിലുള്ള കോണ്ടാക്ട് ആണ് നടക്കുന്നത്. അവർ പരസ്പരം ഈ ഇതിന്റെ കുറി കൈമാറുന്നതാണ്. You wanna
ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വേണ്ടിലാതെ പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വേണ്ടിലാതെ പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താരയുടെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയത്തെ മുത്താരം. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, നോക്കിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നെ വേഗം നീയില്ല. മാറത്തെ മൈനി തേരെ കൊഞ്ചാറുണ്ട്, നീന്നൊരാളെ കണ്ണിൽ മിന്നാറുണ്ട്. സന്തോഷം കൊടിക്കുന്ന ഗസൽ പോലെ, സംഗീതം നുരയിടും കടൽ പോലെ, സന്തോഷം കൊടിക്കുന്ന ഗസൽ പോലെ.
You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time.
Let me go passing by. Let me go back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go come back in time. Let me be who I am all through this time. Let me go passing by. Let me go come back in time. Walk in the dark, barefoot in the night.